എക്കൽ മണല ആ ഒഴുകിപ്പോയി വെള്ളത്തിൽ. ഒന്നും പോവല്ലേ, നീ ചെരുപ്പെടുത്തിട്ടെ. എങ്ങ ഒഴുകി വരുമ്പം ഈ നമുക്കൊരു അവധി കിട്ടിയത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. അവിടെയാണെങ്കിൽ തോട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലത്തിന്റെ മുകളിലേക്കൊക്കെ വെള്ളം ആയിക്കൊണ്ടേ ഇരിക്കും. ഹായ്, ഡിൻഡോ സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഴയൊക്കെ അല്ലേ, ഞങ്ങൾ വെള്ളം കാണാൻ പോവാണ് കേട്ടോ. വീട്ടിലിങ്ങനെ മഴയൊന്ന് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോർന്നിക്കാതെ മഴ പെയ്യുക. മഴ ഇങ്ങനെ അവിടെ നിന്നാൽ തന്നൂല, മഴ നിൽക്കാതെ പെയ്യുവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളെ വെള്ളം കാണാനായിട്ട് പതുക്കെ ഒന്ന് സ്റ്റോപ്പായിട്ടില്ല, കുടയൊക്കെ ചൂടിയാണ് പോകുന്നത്. നമ്മുടെ തോടൊക്കെ നിറഞ്ഞു പോകണ കാണാനും രസമല്ലേ. ഓട്ടോയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലത്തേൽ കയറിയിട്ടുണ്ടാവില്ലായിരിക്കണം, അന്ന് ഉരുൾപൊട്ടി പോയപ്പോഴായിരിക്കും ആൻസേ. ഈ റോട്ടിൽ നിന്ന് പോണ വെള്ളം പോലും അതിനകത്തേക്കല്ലേ. ഞങ്ങൾ 3 പേര് ഇന്ന് 3 കുടയല്ല പോണത്. കാരണം അന്ന് ഞാൻ മൊത്തം നനഞ്ഞായിരുന്നു. ഇതേത് കുടയാടാ? കറുത്ത കുട. നമുക്ക് ഈ മണലിച്ചിരി വാരി എടുക്കണം, ഒക്കെ ചട്ടിയിൽ നിറയ്ക്കാനേ. ഈ റോട്ടിൽ കയറിയേക്കുന്നേ. ഓ ഇത് കുറച്ച് എടുക്കണേ. നല്ല എക്കൽ മണല ഒഴുകിപ്പോയി വെള്ളത്തില്. ഫോണിന്റെ കവറാടാ, അത് ഈ വൈതേല് വന്ന് അടിഞ്ഞു കയറിയതാ. അയ്യോ, ഇതിന്റെ അറ്റം കാണാൻ മേലോടാ. റോട്ടില് കുഴിയുണ്ടോടാ? ഇത് റോഡാണ് കേട്ടോ, തോടല്ല സുഹൃത്തുക്കളെ, ദാറ്റ് ഈസ് റോഡ്. ഇതാരേ തേങ്ങ വറക്കണേ? ഓ, പാലത്തേലേക്ക് അത് ഒന്ന് മുട്ടി നിൽക്കുക. ദേ ആൾക്കാരെല്ലാം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ വേസ്റ്റുകളൊക്കെ തിരിച്ച് തോട് കരയിലേക്ക് തള്ളി തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാലം നമുക്ക് കാണാൻ പാടില്ലായിരുന്നേ. ഇപ്പം പിന്നെ നമുക്ക് പാലം കാണുമെങ്കിലും ചെയ്യാം. ഓ, ഇപ്പൊ തേങ്ങ വന്നാ നേരെ കരയിലേക്ക് കയറി പോരൂടാ, അടിക്കട പോവില്ല. എടാടാ, അരിയിലേക്കൊന്നും പോവല്ലേ, നീ ചെരുപ്പെടുത്തിട്ടെ. എന്തിനാ ആക്രമിക്കാൻ? ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ റോഡെല്ലാം വെള്ളം കയറിയേക്കുമല്ലായിരുന്നു. അന്നേരമാണ് തോടിന് വീതി. ഞാനോർത്ത് ഇത് തോട്, അത് വേറെ ആരുടെ പറമ്പെന്ന് വിചാരിച്ചിരുന്നത്. ബോധം വന്നില്ല. അതിൻ്റെ മുകളിൽ കൂടെ തട്ട വന്നോ നോക്കിക്കേടാ. ഇതേ ഈ കലിങ്ക് ജസ്റ്റ് കാണായിരുന്നു നമുക്ക് അല്ലേ? എടാ, ഓർക്കാപ്പുറത്ത് വെള്ളം വന്നാൽ നല്ല രസമായിരിക്കൂടാ. പാലത്തെ ടച്ച് ചെയ്താ പോകുന്നത്. ഇപ്പം അവിടെ മുകളിൽ വെള്ളം പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാവുമോ, പെട്ടെന്ന് വെള്ളം തള്ളിപ്പോരുമോ, അല്ലെങ്കിൽ ഇപ്പം ചെപ്പുകുളം മലയിൽ അങ്ങ് ഈ തോടിൻ്റെ ഉത്ഭവമുള്ള ഭാഗത്തൊക്കെ ഇപ്പം പെട്ടെന്നൊരു മഴ വരുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തോട്ടിൽ പെട്ടെന്ന് നനച്ചിരിക്കാതെ വെള്ളം വരും. ഇപ്പം ഞാനീ നടന്നു പോകുന്ന ഈ റോഡിലാണെങ്കിൽ പോലും പെട്ടെന്ന് വെള്ളം കയറും. എന്തിനാടാ? മറ്റേ പോലെ എറിയാനല്ലേ? നമ്മൾ പോയി പണ്ടൊരിക്കൽ എറിഞ്ഞിട്ടില്ലേ?
അപ്പോൾ എന്നാലും പാലത്തെ വെള്ളം കയറിയ ഒഴുകുന്നേ ജസ്റ്റ്. ആ ആ എനിക്ക് കാണാൻ മേല. നീ എങ്ങോട്ടാ അറിയാൻ പോണേന്ന് പറ. എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ. ആ ഓ എന്നാൽ വെള്ളം ഒഴുകുന്ന നോക്കിക്കേടാ. സോനു മിസ്സിൻ്റെ വീട് അതെവിടെ. വെള്ളം ഒഴുകണ പാലം അവിടെ ഉണ്ടെന്ന് തോന്നത്തില്ലല്ലേ. പക്ഷെ വെള്ളം കൂടി അറിയാൻ പറ്റൂടാ അല്ലേടാ. ഈ കോലല്ല ഇവിടെ വന്നിങ്ങനെ അടിഞ്ഞേക്കണോണ്ടാ. കണ്ട നമ്മുടെ നാട്ടിലെ തോട് മെത്തി ഒഴുകുന്നതുണ്ടോ. അവിടെ അവർ നിൽക്കുന്നത് പാലവാ. ഓർക്കാപ്പുറത്ത് വെള്ളം വന്ന് വാവൂ നല്ല രസമായിരിക്കും. തോട്ടിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. എടാ നീ ഇങ്ങോട്ട് വാടാ. തേങ്ങയൊക്കെ ഒഴുകി വന്നാലും മുകളിലുള്ളവരൊക്കെ പിടിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല. നേരത്തെയൊക്കെ തേങ്ങ ഒഴുകി വരുന്ന ഭയങ്കര മഴ പെയ്യുന്ന ടൈമിലൊക്കെ തേങ്ങ ഒഴുകി വരുമ്പം ഈ കമ്പിൻ്റെ അറ്റത്ത് നെറ്റ് ഇങ്ങനെ പോലെ കുടുംബ പോലത്തെ നെറ്റ് കെട്ടിയിട്ട് അതിൽ ആൾക്കാർ തേങ്ങ പിടിച്ച് ഈ പാലത്തിൽ നിന്ന് തേങ്ങ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാലത്തിൽ നിന്ന് പിടിക്കും, പിന്നെ നമ്മുടെ അമ്പലത്തിലെ പാലത്തിൽ നിന്നും പിടിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ടേ. അപ്പോൾ കഴിഞ്ഞ തവണ ഈ റോട്ടിലേക്ക് കയറി വെള്ളം ഒഴുകിയിട്ടേ. എന്നതാ നീ എന്തിനാ തോട്ടി ചാടണേ? അടാ കഴിഞ്ഞോണം ഈ റോട്ടിൽ കൂടെ വെള്ളം ഒഴുകിയപ്പോഴാ ഞാൻ ഓർത്തത് ഇത് തോടാന്ന്. ചേട്ടാ അപ്പം ഈ തോടിൻ്റെ നടുക്ക് തന്നെ ചേട്ടാ ഈ കവുങ്ങൊക്കെ നിൽക്കണം, ഈ ഇല്ലയൊക്കെയെന്ന് ഞാൻ ചോദിച്ചതെന്ന്. കൊട പറന്ന് തോട്ടി പോടാ ഇറക്കാ. ഒരു കാറ്റും പിന്നെ പോന്നാ. ആ പോയി അത് മതി, ഓവറായാലും കൊള്ളൂല. ഓ സാഹസികമായ യാത്രയല്ലത്. ഇവർ രണ്ടുപേരും പാലത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ് കേട്ടോ. പാലത്തിൻ്റെ നടുക്ക്. എടാ എനിക്ക് വിശക്കുള്ളൂടാ. വീട്ടിൽ ചെന്ന് ഇനി കപ്പ പുഴുങ്ങി തിന്നേണ്ട വരും. പോണോക്കി. അപ്പോൾ അതേ നമ്മുടെ നാട്ടിലെ തോടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ വെള്ളം കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കെട്ടിന് താഴെയാണ് നിൽക്കുന്ന വെള്ളം. തോട്ടിക്കട തന്നെയാണ് ഇപ്പം ഈ വെള്ളം ഒഴുകുന്നത്. തോട്ടിക്കട തന്നെയാണ് കേട്ടോ. ഇപ്പം ഈ വെള്ളം ഒഴുകുന്നത് തോട്ടിക്കട തന്നെയാണ്. പക്ഷേ റിസ്ക്. അതേ അടുത്ത മഴ വരുന്നുണ്ട്, ചെറിയൊരു കാറ്റും വീശുന്നുണ്ട്. ഇങ്ങനെ മഴ നിൽക്കാതെ പെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മണ്ണിടിഞ്ഞോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാലോ ഒന്നും പറയാൻ പറ്റത്തില്ല. നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. എടാ പെട്ടെന്നൊരു വെള്ളം വന്നാൽ ഓടി മാട്ടേ കയറി കളഞ്ഞിട്ടോടാ. ഞാൻ ചാടി മാട്ടേ കയറും. പിന്നെ ആ പാലത്തിൽ നിൽക്കണ രണ്ടുപേരെന്ത് ചെയ്യും? ചേട്ടൻ പാലത്തിൽ നിൽക്കുക. ചേട്ടന് നീന്തലറിയാം. പക്ഷെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ? വെള്ളം ഒഴുകുന്ന കാണാൻ നല്ല രസമില്ലേ? ഇവിടെ നീ പെരുമ്പാമ്പൊക്കെ വെള്ളത്തിൽ പെട്ടിങ്ങോട്ട് ഒഴുകി പോരും. ഒഴുക്കിനകത്ത് സൈഡ് തിരിഞ്ഞിങ്ങനെ പോന്നിട്ട് ഇവിടെയൊക്കെ ഈ കാടൊക്കെയുള്ള പ്രദേശം, വീടൊക്കെ ഇല്ലാത്ത ഈ പ്രദേശത്തൊക്കെ വന്നിട്ട് ഇതുങ്ങൾ കരക്ക് കയറും. അങ്ങനെയാണ് ഈ ആൻസിൻ്റെ കാല കയറി പിടിച്ച പാമ്പും. ഒരു പാമ്പ് വന്ന് ആൻസിൻ്റെ കാല് പിടിച്ചിട്ട് പോയി. ആൻസിൻ്റെ ചിരി വരും അത് കേട്ട. എന്നാലും പെരുമ്പാമ്പ് വരെ ഇവൻ്റെ കാല് പിടിച്ചല്ലോ തുറക്കണത്. എടാ നിന്നെ തിന്നാൻ വേണ്ടി പിടിച്ചതായിരിക്കില്ലടാ. എടാ നിന്നെ തിന്നാൻ വേണ്ടി പിടിച്ചതല്ലാതെ നിന്റെ പൂച്ചേനെ അവൻ പിടിച്ചപ്പോൾ നീ അവനെ പേടിപ്പിക്കാതെ എപ്പോഴാ ഞാൻ പൂച്ചേനെ ഒന്നും ചെയ്യുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് നിന്റെ കാല് പിടിച്ചതായിരിക്കും. ആ ഇപ്പം നമ്മളിത് തിരിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. എനിക്ക് പാലത്തെ കയറാൻ പേടിയാട്ടോ. അല്ലെങ്കിൽ ഞാൻ പാലത്തെ കയറിയേനെ. എങ്ങാനും ഓർക്കപ്പുറത്ത് വെള്ളം വന്നിട്ടുണ്ടെങ്കിലോ. ഞാൻ ഏതായാലും അങ്ങനെ പാലത്തെ കയറാൻ പോകണില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് അല്ലെങ്കിലും വെള്ളം പേടിയാണ്. ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. മുട്ടപ്പുള്ള വെള്ളത്തിൽ പോലും ഞാൻ ഇറങ്ങില്ല. എനിക്ക് പേടിയാണ്. വീതി ഇല്ലേലും നീളം ഇല്ലേലും എനിക്ക് വെള്ളം പേടിയാണ്. പണ്ട് മുതലേ പേടിയാണ്. പണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഉരുണ്ട് വീണതാണ്. അത് പിന്നെ എനിക്ക് പേടി. അതേം ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കോഴീനെ പൊരുന്നയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേ ആ കോഴീനെ പൊരുന്നയ്ക്ക് വെച്ചിട്ട് കോഴീനെ പൊരുന്ന ഇരുന്നു. കോഴീനെ നമ്മൾ മുട്ടയിട്ട് പൊരുന്നയ്ക്ക് വെച്ചാൽ കോഴി തന്നെ മുട്ടയിട്ട് കഴിഞ്ഞപ്പോൾ പൊരുന്ന ഇരുന്നതാണ്. മുട്ടയില്ലാതെ പൊരുന്നിരുന്ന കോഴിയുടെ പൊരുന്ന മാറ്റാൻ വേണ്ടി നല്ല ചൂടുകാലമൊക്കെ ആയിരുന്നു.
അപ്പോൾ ആ സമയത്ത് പൊരുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അമ്മച്ചി വെള്ളത്തിൽ കൊണ്ട് മുക്കാനായിട്ട് കോഴീനെ എടുത്ത് തോട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളുടെ തോട്ടിലൊരു വലിയൊരു കുഴി ഉണ്ടായിരുന്നു, ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു, ഒരു പാറ. ആ പാറയിലിരുന്നിട്ട് ഇങ്ങനെ കോഴീനെ വെള്ളത്തിലേക്ക് മുക്കിയത്. ആ സമയത്ത് കോഴീനെ മുക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ മുക്കണോണ്ട് ഞാൻ അറിയാതെ ഇങ്ങനെ കാണിച്ച് ഞാൻ ഉരുണ്ട വെള്ളത്തിനകത്തേക്ക് വീണു. പേടിച്ചു പോയി ഞാൻ. സത്യം പറഞ്ഞാൽ മൂടി വെള്ളമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ പേടിച്ചു പോയി. അത് പിന്നെ എനിക്ക് വെള്ളം പേടിയാണ്. പക്ഷേ ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആദ്യം വാങ്ങിച്ചു തന്ന കമ്മൽ, ആ കമ്മൽ മാറി മാറി മാറിയാണ് ഈ കമ്മൽ വരെ എത്തിയത്. അപ്പോൾ ആദ്യം വാങ്ങിച്ചു തന്ന കമ്മലിൻ്റെ ഡിസൈൻ വരെ ഞാൻ ഓർക്കണുണ്ട് കേട്ടോ. ഞാൻ ആ ഡിസൈനൊക്കെ ഒരു ദിവസം വരച്ച് കാണിക്കാവേ. പൂവ് ഇതുപോലത്തെ സെയിം പൂവായിരുന്നു, ജിമിക്കിയുടെ പൂവാലത്തെ പൂവായിരുന്നു. ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വാവയും കൂടെ കൂടിയിട്ട്, ഞാനും വാവയും ഇതേ അവരതൊക്കെ ക്ലീൻ ചെയ്യുക, ഞാനും വാവയും കുഞ്ഞലും എല്ലാം കൂടെ കൂടിയിട്ട് തോട്ടിൽ കുളിക്കാനായിട്ട് പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ തോട്ടിലിങ്ങനെ മുങ്ങി 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 കുളിക്കും. അങ്ങനെ മുങ്ങി മുങ്ങി ചാടി 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 എൻ്റെ ഒരു കമ്മലിൻ്റെ പിരി ലൂസായി ഒരു കാതിലെ കമ്മൽ തോട്ടിൽ ചാടിപ്പോയി. അപ്പോൾ ഞാൻ കുളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ചേട്ടായി ചോദിച്ചു, നിൻ്റെ ഒരു കാതിലെ കമ്മൽ എന്തിയാന്ന് ചോദിച്ചു. അപ്പോൾ പേടിച്ചു, ഞാൻ കരച്ചിലും തുടങ്ങി. ഞങ്ങളെല്ലാവരും പോയി അതിൽ തപ്പിയിട്ട് എനിക്ക് അതിൻ്റെ കമ്മലിൻ്റെ ഈ ഞാത്ത് കിട്ടിയത്, ഈ സംഭവം കിട്ടി. പിന്നെ കുറേ കഴിഞ്ഞ് തപ്പിയപ്പോൾ പൂവും കിട്ടി, പക്ഷേ അതിൻ്റെ ശങ്കീര് കിട്ടിയില്ലായിരുന്നു, പുറകിലേക്കുള്ള സാധനം കിട്ടിയില്ല. ഇത് വേറെ ആർക്കോ കിട്ടിയെന്ന് ഞാൻ ആയുടെ കേട്ടു, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം എനിക്കങ്ങനെ 5 or 6 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ആർക്കാ കിട്ടിയതിനെ പറ്റി ഞാൻ ഓർക്കണില്ല. ആരും നമുക്ക് കൊണ്ട് തന്നൊന്നുമില്ല. അന്നത്തെ കാലമൊക്കെ സ്വർണ്ണത്തിന് വലിയ വിലയൊന്നുമില്ല. എന്നിട്ട് അത് മാറ്റിയിട്ട് എനിക്ക് വേറെ കമ്മൽ, പിന്നെ വാങ്ങിയ കമ്മലുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ കമ്മലിന് തൊട്ട് മുമ്പുള്ള കമ്മൽ നല്ല ഭംഗിയുള്ള ഡിസൈനായിരുന്നു. അത് ഷാജഹാനി നല്ലത് തോട്ടത്തിൽ ജ്വല്ലറി മൂവാറ്റുപുഴ തോട്ടത്തിൽ ജ്വല്ലറിയിൽ നിന്നാണ് എടുത്തത്. ആ കമ്മൽ ഓർക്കുന്നുണ്ട്. അത് മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ള കമ്മൽ എടുത്തത്. ഇത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എടുത്തു തന്നതാണ് ഈ കമ്മൽ. കണ്ട, അങ്ങനെ അതാണ് എൻ്റെ വെള്ളത്തിലെ ഓർമ്മകളൊക്കെ. അവരുടെ അവിടെ ഒരു തടസ്സം ഉള്ളത് കൊണ്ട് വെള്ളം ഇത്രയും അവിടെ തങ്ങി നിന്നൊഴുകുന്നത്. ആ തടസ്സം ഇല്ലായിരുന്നെങ്കിൽ വെള്ളം അടികൂടെയൊക്കെ പോയേനെ. ഇവർ ക്ലീൻ ചെയ്യുക, തോട് ക്ലീൻ ചെയ്യുന്നു. അവിടെ ചുഴിയുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ ക്ലീനിങ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഞാൻ നോക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് കളക്ടർ അവധി കൊടുത്തതൊക്കെ എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഇടുക്കി ജില്ലയ്ക്ക് ഒരു അവധി കിട്ടിയാൽ ഇച്ചിരി വൈകിട്ടാണേലും നമുക്ക് ഒത്തിരി വൈകിയൊന്നുമില്ല, 8:30 ആയപ്പോഴത്തേക്ക് നമുക്ക് അവധി പ്രഖ്യാപിച്ചു. 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഖ്യാപിച്ചു തോന്നുന്നു. എന്താണെങ്കിലും ഇപ്പം ഈ പാലമൊക്കെ കണ്ടോ, അതിൻ്റെ മുകളിൽ കൂടെ ഒത്തിരി പിള്ളേർ പഠിക്കാനായിട്ട് പോകുന്നതാണ്. മെയിൻ റോഡിൽ കയറി നിന്നിട്ടാണ് ബസ് കയറി പോകുന്നത്. അപ്പോൾ എങ്ങാനും വല്ല കൗതുകം കൊണ്ടൊക്കെ പാലത്തിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലേ എങ്ങാനും തെന്നിപ്പോയല്ലേ പിള്ളേർ പാലത്തിൽ കയറുന്ന സമയത്താണ് മുകളിൽ മഴ പെയ്ത് വെള്ളം വരുന്നതെങ്കിലേ. അടുത്ത മഴ വന്നു കഴിഞ്ഞു, എൻ്റെ കണ്ണാടിയിലെല്ലാം വെള്ളം ചാടി. ഓ, എന്നാണേലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവധി കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. വെള്ളം കയറിയിട്ടാണ്, വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. പാലത്തേക്കടെ ഇപ്പം കയറി ഒഴുകുക. ചേട്ടാ അവിടെ നിങ്ങൾ ഇറങ്ങി നിൽക്കുക ചേട്ടാ, വലിയ വെള്ളം വന്നാലോ. പോവില്ലടാ, കുപ്പി താഴുവോടാ. യവനാരി പൊട്ടനായിരുന്നു നീ. എന്താണെങ്കിലും ഇത് കണ്ടോ, ഈ പാലത്തിൽ കൂടെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും, അവിടെയുള്ള എല്ലാ പിള്ളേരും വരുന്നത് സ്കൂളിൽ പോകാനായിട്ട്. എന്തൊരു അനുഗ്രഹമായിപ്പോയി നോക്കിയൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസ അവധി ഇടുക്കി ജില്ലയ്ക്ക് കൊടുത്തത്. ഇതുപോലെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇനി. ഇതാണ് ഇപ്പം മഴ ഇല്ലെങ്കിലും, നമ്മുടെ നാട്ടിൽ മഴ ഇല്ലെങ്കിലും ഈ തോടിൻ്റെയൊക്കെ ഉത്ഭവമുള്ള നാട്ടിൽ മഴ പെയ്താൽ മതി. നീ ചെറിയ സഹായങ്ങൾ ചെയ്യണത് ഇങ്ങോട്ട് മാറി എന്നിട്ട് ചെയ്യുക.
വലിച്ച് റോട്ടിലേക്ക് പൊക്കി വെച്ചു. അതിന് ഊരിയിട്ട് ചേട്ടൻ പോയാ മതി. പോരുവാണോ? ആ കുടയെടുത്ത് മാറ്റാം. അവസാനം വെള്ളം കയറി ഒറ്റ വരവ് വരും. വെള്ളം ഇവിടെ കയറി. ആ പോരുന്നുണ്ടല്ലോ. ഒഴുകി പോവും. അത് കുപ്പിക്ക് കനയില്ല. നിനക്ക് കനമുണ്ട്. കുപ്പിയുടെ കനാണോ നിനക്ക്? എടാ മാറിക്കേ നീങ്ങ മാറിയിക്കാ. ഇങ്ങോട്ട് മാറി നിൽക്കാറക്കാം. ഇങ്ങോട്ടാ ഈ മലവെള്ളം എന്ന് വെച്ചാൽ പെട്ടെന്ന് പാഞ്ഞു വരും. അത് നീ സൂക്ഷിച്ചാന്ന് പിള്ളേർക്ക് തോന്നും. എല്ലാ പിള്ളേർക്കും അങ്ങനെ തോന്നണേ. അവര് വേസ്റ്റ് അത് പൊക്കി. ചേട്ടാ ഇങ്ങോട്ട് പുറകോട്ട് ഇച്ചിരി മാറി നിൽക്കാം. അരികിലാ പോയി നിൽക്കണേ. എല്ലാരും പേടിപ്പിക്കും. അത് പോണില്ല. അവിടെ തടഞ്ഞു നിൽക്കുവാലേ. എന്തോരം രോഗങ്ങൾ കാണും ഈ കുപ്പികൾ, വേസ്റ്റുകൾ ഒക്കെ. മാറി നിൽക്കടാ. അത് വേസ്റ്റ് വരുന്നുണ്ടോ? പിന്നെ ഒഴുക്കുള്ള വെള്ളം ആയതുകൊണ്ട് വെള്ളം കയറി. ആ നടുക്കൊക്കെ വെള്ളം കയറിയിട്ടോ. ശരിക്കും വെള്ളമായി. ആൻസ് മാറി നിൽക്കാ. ചെറിയ പിള്ളേരൊന്നും വലിയവരുടെ കൂടെ പോയി നിൽക്കണ്ട. മാറി നിൽക്ക. ഞാൻ മാറി നിൽക്കണ കണ്ടില്ലേ? ഞാൻ വലുതാ. വെള്ളം കൂടി. ശരിക്കും വെള്ളം കൂടിയിട്ടുണ്ട്. ഇപ്പം ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിയിട്ടോ. എല്ലാവരും വന്ന് കൂടുക വേസ്റ്റൊക്കെ എടുത്ത് നീക്കാനൊക്കെ വേണ്ടിയിട്ട്. നല്ലൊരു മഴ വരുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കിയാൽ കാണാം. നല്ലൊരു ഇരുളുമയാണ് കേട്ടോ ഇവിടെ. ഞാൻ ലൈറ്റ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണോണ്ടാണ് ഇത്രയും ഇതായിട്ട് ക്ലിയറായിട്ട് കാണാൻ വേണ്ടി ഞാൻ ലൈറ്റ് കൂട്ടിയിട്ടതാണ്. പക്ഷേ ഇതുണ്ടോ നല്ലൊരു മഴ വരുന്നുണ്ട്. നല്ലൊരു മഴ വരുന്നുണ്ട്. എല്ലാം കൂടി വരുവാണ് കേട്ടോ. പാലൊക്കെ നിറച്ച് വെള്ളമായി. നേരത്തെ പിന്നെ പാലം കാണാമായിരുന്നു. ഇപ്പം പാലം കാണാൻ പാടില്ല. പാലത്തിൻ്റെ മുകളിൽ കൂടെ ആയി വെള്ളം. പാലം ഫുള്ള് വെള്ളമായി. അങ്ങനെ അവരെ ചപ്പും ചവറും എല്ലാം നീക്കി ഇത്ര ആയിട്ടോ. ആദ്യം ഇവർ രണ്ടുപേരുമായിരുന്നു. പിന്നെ ഒരാളൂടെ വന്നു. അങ്ങനെ അവരെല്ലാവരും ചപ്പ് ചവറ് നീക്കി ഇതേ വേണ്ട തേങ്ങയാണ് ഡാൻസ്. ചപ്പ് ചവറ് നീക്കി തീരാറായി. ഇനി ഒരൊറ്റ കോലായി. തേങ്ങ അത് മഴയായിട്ടോ. വീണ്ടും മഴയായി. കുടയെടുക്കട്ടെ. നല്ല മഴയായി. മഴ കാണണമെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കണം കേട്ടോ. ഇതൊക്കെ മഴ പെയ്യണ്ടെന്നാണ് തോന്നണതേ. കാരണം എന്നാണെന്നറിയാമോ? നേരത്തെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നേ. ഇപ്പം അത് കണ്ടോ നല്ല കലക്കവെള്ളമാണ് വരുന്നത്. ഇതെന്നാ ഇത്? പഴുത്തലയാ? എവിടെന്ന്? എവിടെ?
തോട്ടിലാ? നേരെ പറ. ശരിക്കും പൂച്ചക്കുഞ്ഞുങ്ങളെ ചത്തു വരുന്നുണ്ടെന്ന് ചേട്ടാ. ഉണ്ടായി വന്നില്ലേ കണ്ണ് തുറന്നിട്ട് ഇച്ചിരി കണ്ണൊക്കെ മുഴുത്ത. അയ്യോടാ മോളിക്കടെ വരുന്നേ? അല്ല ഇവിടെ അവിടെ ചാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിനെ എടുത്തിട്ട് ആ മതിലേക്ക് കയറ്റി വെച്ചു. വാ എൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടു. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. വണ്ടി പോകുന്ന നമുക്ക് നോക്കാം. അവിടെ ആള് നിപ്പുണ്ടോടാ? അവിടെ ആള് നിപ്പുണ്ടോ? രക്ഷപ്പെട്ട്. തോട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലത്തിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവുക. നമുക്ക് വീട്ടിൽ പണിയൊക്കെ ഇല്ലേ. വെള്ളം കാണാനായിട്ട് വന്നതാണ്. അവസാനം വെള്ളത്തിന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കുക. ഞങ്ങളിനി വീട്ടിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളും ജോലികളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.